ഒരു പ്രയറും തോട്ടും പറയാനായിട്ട് ഇത്ര മടിയുള്ള ആൾക്കാരെ. പ്രയർ ഞാൻ ചൊല്ലട്ടെ മാം? റെക്കോർഡ് ഓൺ ചെയ്യണോ? തോട്ട് ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ബുധനാഴ്ചയാ. എന്നെ കാണുമ്പോഴാണ് ബുധനാഴ്ച അങ്ങനെ അറിയുന്നത്. മിസ് സത്യമായിട്ടു നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന് ബുധനാഴ്ച ആതിര മിസ് ആണ്. എന്നിട്ട് എന്തൊക്കെയുണ്ടാ സ്റ്റാർട്ട് ചെയ്ത പ്രയർ? ഇതില യെസ് മാം. വോട്ടൊക്കെ ചെയ്തോ? ഇല്ല, പറയാം വിശേഷം പറയാം. ഇതില ഓക്കെ. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. പ്രയർ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ. റുബീനയാണ്. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ആരോഗ്യമുള്ള ധനികനും ബുദ്ധിമാനുമായി നിലനിർത്തുന്നു. താങ്ക് യു മിസ്. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന ആതിര മിസ്സിനും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? മാം ഇന്ന് പ്രിപ്പയർ അല്ല, ഞാൻ അടുത്ത ക്ലാസ് തൊട്ട് ചെയ്യാം. ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയാൽ അതിനെ കുറിച്ചൊന്ന് വിവരമാണ്. എന്ത് വേണമെങ്കിലും വെച്ച് സൈൻ ഇൻ ചെയ്യാം കേട്ടോ. ഡാൻസ് കളിക്കണമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ഡാൻസ് കളിച്ച് കാണിക്കാം. എന്തും സൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ജിഷ മാം പറഞ്ഞായിരുന്നു മാം, ഡാൻസ് വീഡിയോ ഒക്കെ ഓൺ ആക്കി ഡാൻസ് ഒക്കെ കളിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം നല്ല രസമായിരിക്കും. ഞാൻ കളിക്കും മിസ് ഡാൻസ്. പക്ഷെ എന്നെ എല്ലാവരും കളിയാക്കും. പക്ഷെ ഞാൻ നല്ലോണം കളിക്കൂട്ടാ. ഞാൻ ചോദിച്ചത് നിങ്ങള് ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. ഞാൻ എന്റെ മുഖത്ത് നോക്കി തന്നെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. MT15 കുറച്ച് കുട്ടികളുണ്ട്, ഒരു 16 പേര് എല്ലാ ദിവസവും ക്യാമറ ഓൺ ചെയ്യും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് അവരെ കണ്ടില്ലെങ്കിൽ അടുത്തയാളുടെ ഫേസ് ഒക്കെ അറിയാൻ പറ്റും. ഇനി നിങ്ങളെ ഞാനൊന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഇനി പ്രാക്ടിക്കലിനുണ്ട്, ആ സമയത്ത് അറിയാൻ പറ്റും. ഓക്കെ, ക്യാമറ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മുടെ ക്ലാസ് ആണോ, നമ്മുടെ കൂട്ടുകാരാണോ, നമ്മുടെ ടീച്ചേഴ്സ് ആണോ? അതല്ല മിസ്സേ, യൂട്യൂബിൽ ഇടുന്ന റെക്കോർഡ് ക്ലാസ് യൂട്യൂബിൽ കാണുമ്പോൾ നമ്മളെ കണ്ട പേടിച്ചു പോവില്ലേ? എന്ത് പേടിക്കാനോ? ആര് പഠിക്കാനോ? ആരാണോ ഒരു ക്ലാസ് ഇങ്ങനെ കാണാൻ പോകുന്നത്? നിങ്ങളല്ലാണ്ട് ആരും കാണില്ല. ഇടയ്ക്കൊക്കെ ഓൺ ചെയ്യാം. ഇടയ്ക്കൊക്കെ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഇടയ്ക്കൊക്കെ കാണണ്ടേ? ഓക്കെ, നമ്മളിന്ന് ഒരു സെഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ചാപ്റ്റർ അല്ല, സെഷൻ ആണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുണ്ടാവും അല്ലേ? അല്ലേ? ഇല്ലേ? അയ്യോ, ഇല്ലാത്തതാണ് ഞാൻ വിട്ടുപോയി. ഉണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെ? ആരെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ ലൈഫ് അങ്ങനെയാണ് അല്ലെ? ആരെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഹൃദയത്തോട് അത്രയും ചേർത്ത് വെക്കുന്ന, നമുക്ക് ആശ്വാസം തോന്നുന്ന കുറച്ച് ഇടങ്ങളുണ്ട് അല്ലെ? നമുക്കൊരു എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സ് ഉള്ള കുറെ പ്ലേസസ് ഉണ്ട്. പ്ലേസ് മീൻസ് വ്യക്തികൾ അല്ലെ?
ഇല്ലടോ, ഉണ്ട് അതെ മാം. ഉണ്ട്. ഓക്കെ. അതായത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ പേഴ്സൺ എന്തായിരുന്നു, ആ പേഴ്സൺ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും പറയണം. അപ്പൊ ചിലർ പറയും പങ്കെടുക്കാൻ ചെയ്യാനുള്ള ടെക്നിക്കാണ് ടീച്ചർ, എന്റെ ലൈഫിൽ അങ്ങനെ ആരുമില്ല, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആരുമില്ല. ചോദിച്ച് പറഞ്ഞു വന്നപ്പോ എന്താണ്, ആൾക്ക് കംപ്ലീറ്റ് ലൈഫ് മുഴുവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോ ഒന്നുമില്ല, ഇല്ലാന്ന് പറഞ്ഞിട്ടല്ലോ. പക്ഷെ കുഞ്ഞ് കരഞ്ഞില്ല എന്നുള്ളൂ, കരയേണ്ട പോലെ അവസ്ഥ വന്നു പറഞ്ഞു പറഞ്ഞു. എനിക്കുണ്ട് മിസ്സേ അങ്ങനത്തെ ഒരാള്. ഓക്കെ, ഞാൻ എനിക്കുണ്ട്. സമയം തരാം പറഞ്ഞു തരട്ടെ. പറയുമ്പോ എങ്ങനെയായിരിക്കണം പറയേണ്ടത്? അല്ല, പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ. വ്യക്തി നിങ്ങളിൽ സ്വാധീനിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾക്ക് കണ്ട ഒരു ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു? ഇപ്പോഴും ലൈഫ് ലോങ്ങില് ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ കരുതലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തില്ല, നിങ്ങൾ എങ്ങനെയാണ് ആ ആളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരുപാട് വലിച്ചു നീട്ടാതെ വളരെ ബ്രീഫ് ചെയ്ത് പറയാം. ഓക്കെ, മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് ആണ് അത്. ആളോട് പറയേ പോലും വേണ്ട, ആള് പറയണമെന്ന് പോലും ഇല്ല കേട്ടോ. എനിക്ക് പറയാം ആരാണ് ഫസ്റ്റ് വില്ലിങ് ആവുന്നത്. റുബീന. ആ മിസ്സേ. ആ, പറഞ്ഞോളൂ. മാവ് എണീച്ചു മിസ്സേ, ഉറങ്ങുന്നേന്. ഏ? വാവ എഴുന്നേറ്റ് ഉറങ്ങുന്നേന്. ആ മിസ്സേ, ഞാൻ പറയാം. ഉമ്മ നോക്കി. എന്റേത് എന്താന്ന് വെച്ചാ, എന്റെ അനിയന് പിന്നെ അപ്പൻഡിസൈറ്റിന്റെ പെയിന് വന്നിനേനു. അപ്പം ഗവൺമെന്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയത്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞത് ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ. പക്ഷേല് പിന്നെ അങ്ങനെ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മള് അത്രയും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നേരം, പൈസയൊന്നും ഇല്ലാണ്ട്. അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് പിന്നെ ഉപ്പ നമ്മളോടൊന്നും പറയലില്ല. ഓനിക്ക് ഇങ്ങനെ സീരിയസ് ആണ്, പിന്നെ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിനി. അപ്പം അനസ്തേഷ്യ ഡോക്ടർ വീട്ടിൽ പോയിട്ട് കാണണം, അന്നേരം എന്തെങ്കിലും പൈസ കൊടുക്കണം, എന്നാലേ ഓപ്പറേഷൻ ചെയ്യൂല. നമ്മുടെ അടുത്ത് അതിനുള്ള പൈസ പോലും അന്നേരം ഇല്ലേനു. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പിന്നെ കാണാൻ പറയുന്നു, ഉപ്പ ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ പറയുന്നു, മോൻ. ഭയങ്കര സൗണ്ട്. കുഞ്ഞു കരയുന്നുണ്ട്, പോയി വേണ്ട വേണ്ട, പിന്നെ പറയാം. ഞാൻ പറയാം, അടുത്തതിന് പറയാം സർ. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? നിങ്ങൾക്ക് ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിട്ടില്ലേ നിങ്ങളുടെ കൂടെ? ഞാൻ പറയാം മിസ്റ്റർ. എൻ്റെ പേര് സുനിഷ. ഞാനൊരു 7ാം ക്ലാസ്സിൽ 7ലോ 6ലോ അങ്ങനെ എങ്ങാണ്ടാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ആളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ 7ാം ക്ലാസ് എന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ 7A B അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ A ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത്. അന്നേരം പിന്നെ A ക്ലാസ്സിന് ഒരു കണക്കിന്റെ ഒരു അധ്യാപകനാണ്, B ക്ലാസ്സിൽ വേറൊരു അധ്യാപകനാണ്. അപ്പോൾ ഈ A ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് ആ മാഷിനെ. ക്ലാസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് കണക്ക് തരും, പെട്ടെന്ന് ചെയ്ത് കാണിക്കണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എനിക്ക് പറ്റുകയില്ല. ഒന്നാമത്തെ കണക്കിൽ ഞാൻ കുറച്ച് വീക്കായിരുന്നു. അത് പിന്നെ എന്നിട്ട് ഈ നോട്ടൊക്കെ കൊണ്ട് ലാസ്റ്റ് പേടിച്ച് പോയിട്ടായിട്ട് എപ്പോഴും എൻ്റെ നോട്ട് പറക്കി പുറത്തോട്ട് എറിയും. എന്നിട്ട് പിന്നെ ആ സാറിന് എന്നോട് ഭയങ്കര ദേഷ്യം പോലെ, എപ്പോഴും ഞാൻ കണക്ക് തെറ്റിച്ചിട്ടേ ചെയ്യുള്ളൂ, എന്റെ നോട്ട് എപ്പോഴും വലിച്ച് പുറത്തേക്ക് എറിയും. എന്നിട്ട് ലാസ്റ്റ് എന്താ സംഭവം അവിടെയെന്ന് അറിയില്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇനി എന്താണെന്ന് അറിയില്ല. പിന്നെ B ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സാറിനെ A ക്ലാസ്സിലോട്ട് ആക്കി, A ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്ന സാറിനെ B ക്ലാസ്സിലോട്ട് മാറ്റി. പിന്നെ അപ്പൊ B ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മാഷ് മനോജ് മാഷ് എന്നായിരുന്നു ആ മാഷിന്റെ പേര്, മറ്റേത് ഗണേശൻ മാഷും. അപ്പൊ മനോജ് മാഷ് വന്നത് പിന്നെ
എനിക്ക് കണക്ക് നല്ല പോലെ മനസ്സിലാവാൻ തുടങ്ങി. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ 40-ൽ 37, 38 മാർക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്താണ് ആ സാറിന്റെ പഠിപ്പിക്കൽ ആ ഒരു രീതിയിലായിരുന്നു. നല്ല രീതിയിൽ മനസ്സിലാവും. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അധ്യാപകനാണ് മനോജ് മാഷ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ? ക്വാളിറ്റി എന്ന് പറയാൻ നല്ല മനസ്സിലാക്കി തരും ഓരോ പോയിന്റ്. ഈ മറ്റേ സാർ അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് ബോർഡ് ചെയ്ത് അത് ചെയ്യാൻ പറയും. ഒരു പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ, പിന്നെ പറഞ്ഞു തരൂല. പിന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെ പറഞ്ഞ് തിരുത്തി തരാൻ നോക്കൂല. പക്ഷെ മറ്റേ സാർ അങ്ങനെയല്ലായിരുന്നു. ശരിക്കും മനസ്സിലാക്കി തരും. ഓരോരോ ആളുടെ അടുത്തും വന്നിട്ട് ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് തിരുത്തി തരുന്ന ഒരു അധ്യാപകനായിരുന്നു അത്. ആ മാഷ് മൂലമാണ് നല്ല രീതിയിൽ ലൈഫിൽ കണക്ക് പഠിച്ചത് അല്ലേ? അതെ, നല്ല രീതിയിൽ പഠിച്ചു. ഇടയ്ക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും സാറേ. എനിക്ക് അത്രയും മറക്കാൻ പറ്റും, അത്ര ഒരു ഇഷ്ടം തോന്നിയൊരു സാറായിരുന്നു അത്. ഞാൻ കണക്കിൽ അത്രയും വീക്കായിരുന്നു ഞാൻ. അവിടെ നിന്നാ ഞാൻ ആ ഒരു രീതിയിലേക്ക് എത്തിയത്. ശരി, വെരി ഗുഡ്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സുനിഷ? ഒരുപാട് വർഷമായി എനിക്ക്. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് തന്നെയാണ് വാല്യുബിൾ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഇത്രയും വർഷം നമ്മുടെ മനസ്സിലത് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്ത് തരമാണെങ്കിലും ഇപ്പൊ ആ കുട്ടിക്ക് അക്കാദമിക് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് ആ ഒരു ഫീലിംഗ് ഉള്ളിൽ കയറിയത്. ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ആരാണ്? മാം ഞാൻ പറയാം. ഷംസീന. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് ഷംസീന. ഇത് ഏത് രീതിയിലാണ് പറയുന്നത് എനിക്കറിയില്ല. ലൈഫില് വാല്യുബിൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പെട്ടെന്ന് മാം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് എന്റെ സ്വന്തം സിസ്റ്ററിനെ തന്നെയാ. അവള് എനിക്ക് എന്ത് അവളോട് പറയാം. നമ്മള് ഇതുവരെ ലൈഫിൽ എന്ത് ഞാൻ എന്റെ ഉമ്മാനോട് ആയിക്കോട്ടെ ഹസ്ബൻഡിനോട് ആയിക്കോട്ടെ അവരോട് പറയുന്നതിനേക്കാളും പെട്ടെന്ന് എന്നെ മനസ്സിലാക്കുക എന്റെ സിസ്റ്ററാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫിലെ ഹാപ്പിനെസ് ആയിക്കോട്ടെ സാഡ്നെസ് ആയിക്കോട്ടെ എന്ത് കാര്യം എനിക്ക് അവളോട് പറഞ്ഞാല് ഒരു സമാധാനം കേട്ടാ. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം ഡിസിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് ഓളെ തീരുമാനം അതുപോലെ തന്നെ ഓക്കും എന്നോട് ഓള് എന്നോട് പറഞ്ഞാലാ ഓക്കും ഒരു കൺഫേം ആവും. അങ്ങനെയുള്ള ഒരു ബന്ധാണ് ഓള് ഞാൻ തമ്മിലുള്ള ഒരു ബോണ്ട്. ഇപ്പൊ ഈ സ്മാർട്ട് അക്കാദമി എന്ന് എനിക്ക് സെലക്ട് ചെയ്താണെന്ന് ഓളാ. അങ്ങനെ ഒരു ബോണ്ടാണ് നമ്മള്. അപ്പൊ എനിക്ക് പെട്ടെന്ന് മാം പറഞ്ഞപ്പോ ഓളെ പേരാണ് ഓർമ്മ വന്നത്. താങ്ക് യു. ചോദിച്ചല്ലോ അവരെ ഗുഡ് ക്വാളിറ്റീസും കൂടി ഒന്ന് പറയണം. അവർക്കുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താന്ന് കൂടി പറയണം. നല്ലൊരു ഡിസിഷൻ കിട്ടും അവളുടെ അടുത്തുനിന്ന്. പിന്നെ ഒക്കെ ആരോടും ഭയങ്കര സാധാപ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. ഏത് രീതിയാണ് ഹെൽപ്പ് ചെയ്യുക. സങ്കടം കേട്ട ഭയങ്കര ഞാൻ മാത്രല്ല മറ്റായിക്കോട്ടെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഓക്ക് അത് സോൾവ് ആയി കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക. ഓർക്കൊണ്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതെങ്ങനെങ്കിലും ഓളെ ഹെൽപ്പ് ചെയ്യും. ഗേൾ ആണ് പക്ഷെങ്കിൽ ഒരു എല്ലാരും പറയും ഞാനായിട്ട് ജനിക്കേണ്ടതേനു. അത്രയായിട്ട് ഒരു പവർ ആയിട്ടുള്ളതാണ്. ശരി, വെരി ഗുഡ്. ഞാൻ ബാക്കി അറിയാം. അങ്ങനെ ഒരു 18 വയസ്സ് അങ്ങനെയുള്ള അപ്പൊ നടന്ന സംഭവമാണ് മിസ്സേ. അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പിന്നെ എൻ്റെ ഈ അനിയനിക്ക് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പ വീട്ടില് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മള് ഡേക്ക് പോവുമല്ലോ. അപ്പൊ ഉപ്പ കുളിച്ച് മാറ്റേണ്ടിട്ടെല്ലാം അന്നേരം പറഞ്ഞ് എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും സാരമില്ല, പിന്നെ പഠിച്ചവൻ ഓനെ രക്ഷപ്പെടുത്തി തരട്ടെ ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ കരയുന്നുണ്ടേനു. അപ്പൊ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും അവനക്ക് അള്ളാഹു ജീവൻ ഇട്ടേരട്ടെ എന്ന് പറഞ്ഞതൊന്നും ഞാനങ്ങ് കാരണം ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ സൂയിസൈഡ് ചെയ്തേ അന്ന് തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കുക ചെയ്ത്. അപ്പം ഞാൻ അറിയുന്നില്ല എങ്ങനെ ചെയ്യേണ്ടിയിട്ടാ ഇങ്ങനെ പറയുന്നതെന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയാൽ ഇവനിക്ക് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എൻ്റെ 2 അനിയന്മാരാ, മൂത്ത അനിയനെ നിന്നിനേന്. അപ്പൊ സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ സർജൻ ഉണ്ട് ഷിയാവുദ്ദീൻ ഡോക്ടർ എന്ന് പറഞ്ഞ. അങ്ങനെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ അനിയനിക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലാണ്. ഡോക്ടർ പറഞ്ഞു ഒന്നും നോക്കണ്ട ഇപ്പം തന്നെ കൊണ്ടുവരാൻ പറ, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു.
ഡോക്ടർ അങ്ങനെ പറഞ്ഞുതരാം എനക്ക് നമുക്ക് ആ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, പൈസയുടെ ഒന്നും ബുദ്ധിമുട്ടൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അന്നേരം തന്നെയാ ഈ വാർത്തയും വരുന്നത്, ഉപ്പ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഉപ്പ വീട്ടിൽ ഒറ്റയ്ക്കേനു ഉണ്ടായിരുന്നേ. അപ്പൊ ഷിയാദുദ്ദീൻ ഡോക്ടർ നമുക്ക് ഒരു ഭാഗത്ത് ഉപ്പാനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനിയന്റെ ജീവൻ ഇപ്പുറത്തുനിന്ന് ഡോക്ടർ ആ സമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്ത്, എമർജൻസി ഓപ്പറേഷൻ ചെയ്ത് പൈസയൊന്നും വാങ്ങാണ്ടാ ചെയ്തത്. ഹോസ്പിറ്റലത്തെ ബില്ലും കാര്യം ഒന്നും അത് നമുക്ക് ഇന്നും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഞാൻ എന്റെ കല്യാണത്തിനും കുറെ സഹായിക്കുകയും ചെയ്തിന്. ആ ഒരു വ്യക്തിയെ ആ ഒരു സഹായം ചെയ്ത് ഇത് നമുക്ക് ഒരിക്കലും ആ ഒരു അത്രയും കഷ്ടപ്പാടിൽ നമ്മളൊരാൾ സഹായിച്ചു നമുക്കത് മരിക്കുന്നവരെ മറക്കാൻ പറ്റൂലല്ലോ. അന്നും ഇന്നും ഡോക്ടർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഡോക്ടർക്ക്. ഒരു ചെറിയ സഹായമല്ല, ചെറിയ വാല്യുബിൾ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, അതെ, നമ്മളെ കുടുംബത്തിനെ തന്നെ രക്ഷപ്പെടുത്തിയ പോലെ നമുക്ക് തോന്നിയത്. അതിനൊന്നും പറയാനില്ല അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ട്. ദൈവത്തിന്റെ ഒരു കൈ തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു, പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സത്യമാണ്. നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ച സമയം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട സമയം ഓർക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് എന്താ ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പക്ഷെ എന്ത് സങ്കടം വന്നില്ലാലും ഞാൻ ഒരൊറ്റ വേർഡ്സ് നോക്കലുള്ളൂ. ഏതോ വലിയ മഹാൻ എഴുതിയത് ഈ സമയവും കടന്നു പോകുന്ന അത് നോക്കുന്നേരം എനക്ക് ഒരു വലിയൊരു സമാധാനമാണ്. കാരണം നമുക്ക് ഈ ഒരു സങ്കടത്തിന്റെ സമയം കടന്നു പോവുമല്ലോ, അപ്പൊ വിശ്വാസം ഉണ്ടാവും. ശരി, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണോ? നിങ്ങളെല്ലാവരും വ്യക്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഏതാണെങ്കിൽ ഞാൻ പറയാം മിസ്സേ. എന്റെ പേര് സരിത. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ വെച്ചാൽ ഞാനിപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും എന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്റെ കൂടെ നിന്ന് ഇന്നിപ്പൊ ഞാൻ ഈ കോഴ്സിന് ചേർന്ന ആ ഒരു വ്യക്തി കാരണമാണ്. പറയുമ്പോ ഇടറുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായിട്ട് നിന്നപ്പോ തന്നെ നീ പഠിക്കണം, നീ നല്ലൊരു നിലയിലെത്തണം, എന്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു നിലയിലെത്തേണ്ട ഒരു വ്യക്തി നീയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നോട് ഈ കോഴ്സിന് ചേർത്തു. എന്നെ ഇപ്പൊ പൈസ മുടക്കി പഠിപ്പിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ്. ആളൊരു നല്ലൊരു ജെന്യുവൻ പേഴ്സൺ ആണ്. എന്റെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സപ്പോർട്ടാണ്. എന്താണ് മാരേജ്? നെക്സ്റ്റ് ഇയർ കാണും. ഓക്കെ, എല്ലാ പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോവാട്ടോ. താങ്ക് യു മിസ്. പ്രോത്സാഹനത്തിന് കൂടെ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം കേട്ടോ. ആളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണോ? ആളൊരു ജെന്യുവൻ പേഴ്സൺ. ഞാനിപ്പോ എന്തൊരു കാര്യം പറഞ്ഞാൽ പോലും നീ അത് ചെയ്യണ്ടെന്ന് പറയത്തില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ എന്ന് പറയും. നിങ്ങൾ ആലോചിക്കുക, അത് നല്ലൊരു ആൻസർ അല്ല. അത് പല ആൾക്കാരിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളാൻ പറയും. അത് നല്ല കാര്യമാണ് അല്ലേ. പക്ഷെ ചിലർ പറയുന്ന കേട്ടില്ലേ, വേണ്ട ചെയ്യണ്ട, ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ആ ഒരാളെ ഒരു വ്യക്തിത്വം ഇല്ലാണ്ടാക്കി മാറ്റാണ് അല്ലെ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ്, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലെ. ഞാനിത് പറഞ്ഞു, പക്ഷെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോളൂ, ഇത്രേ ഉള്ളൂ. അതാണ് നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം അല്ലെ. അത് കൂടെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ പറ്റുമ്പോഴാണ് അതിന് നല്ലൊരു ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിതം ജീവിച്ചു തീർക്കാന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഞാൻ പേര് വിളിക്കാം. ഞാനിങ്ങനെ പേര് വിളിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടാതിന് ഇഷ്ടമല്ല. മിഥില. യെസ് മാം. നല്ല പേരാട്ടോ, മിഥില. താങ്ക് യു മാം. ഞാൻ എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തി എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ വേറെ സ്വാധീനിച്ച വ്യക്തികൾ എന്റെ ജീവിതത്തിൽ ഇല്ല. കാരണം മൂപ്പര് ഇപ്പൊ മറ്റേ കുട്ടി പറഞ്ഞ മാതിരി വളരെ സപ്പോർട്ടീവ് ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയും. ഇപ്പൊ ഒരു ഭർത്താവാണ് ചോദിച്ചിട്ട്
അയ്യോ ഞാൻ ഇന്ന ചെയ്ത ചീത്ത പറയോ ഒന്നുമില്ല. ആളൊരു വളരെ കൂളായിട്ടാണ് എനിക്ക് പറ്റണ്ട നീ ചെയ്തോ അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ഞാൻ ഈ കോഴ്സ് ചെയ്യണതിന് മുന്നേ എല്ലാ സ്ത്രീകൾക്കും എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് നിൽക്കണം ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പല കോഴ്സുകളും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഞാൻ അങ്ങനെ കുറെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാനൊരു മോണ്ടിസോറിക്ക് പോട്ടെ ചെയ്യട്ടെ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ അത് ഒന്നാമത് ചോദിക്കാനുള്ള കാരണം എനിക്ക് ക്ഷമല്ല. കുട്ടികളുടെ ആയാലും ആരുടെ വളരെ പെട്ടെന്ന് ഞാൻ റേസ് ആവുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് ചോദിച്ചു ഇയാൾക്ക് ക്ഷമ ഇല്ലാത്ത ഇയാൾക്ക് ഇതിന് പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല ഇത് വേണ്ട ഞാൻ എന്നാ വേറെ മെഡിക്കൽ കോഡിങ് അറിയാൻ ആ മെഡിക്കൽ കോഡിങ് പറഞ്ഞ ആ കോഴ്സിന് ചേർന്നു. മൂപ്പര് അതാണെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോഴ്സ് തുടങ്ങിയപ്പോഴാണ് എന്റെ നാത്തൂനിക്ക് ഈ സ്മാർട്ട് അക്കാദമിയെ കുറിച്ച് അയച്ചെന്ന ഫോണിക്ക്. ഒന്നാമത് ഒരു ആഗ്രഹം ടീച്ചർ ആവണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഞാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതും ചെയ്താൽ എന്താ അപ്പൊ ആ മൂപ്പര് പറഞ്ഞു അനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര ഹെൽപ്പോട് കൂട്ടിയാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്തത്. അപ്പൊ ഇത് അന്നേരം പോലെ ഒന്നാമത് കുറച്ച് ക്ഷമയൊക്കെ വന്നു തുടങ്ങിയിട്ട് മക്കളോട് പഠിപ്പിക്കാനായാലും ഒക്കെ ഒരു ക്ഷമയൊക്കെ വന്നു തുടങ്ങി. അപ്പോ മൂപ്പര് പറഞ്ഞപ്പോ അനക്ക് എന്റെ ഒരു ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുത്തോണ്ട് അനക്ക് എന്തായി ഒന്ന് മുന്നോട്ട് പോവാനുള്ള ഒരു ധൈര്യമൊക്കെ ആയി വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അനക്കല്ല ഈ മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞ എന്നെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് കൂടെ നടക്കുന്ന വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. ബെസ്റ്റ് കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത്. പേഷ്യൻസ് ഒക്കെ വരും നല്ല രീതിയിൽ നന്നായിട്ട് വന്നു. കാരണം ഞാൻ എന്റെ മോൾ പഠിപ്പിക്കുമ്പോ ഒന്ന് പറഞ്ഞാമത്തേന് മനസ്സിനെ ഒന്ന് അടി അല്ലെങ്കിൽ ചീത്തയൊക്കെ ആവും. ഇപ്പൊ ഞാൻ കൂളായിട്ട് നല്ലോണം ആലോചിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ വളരെ കൂളായിട്ട് വരികയാണ് ഇപ്പോ. വെരി ഗുഡ്. താങ്ക് യു മാം. ഓക്കെ ഞാൻ പേര് വിളിക്കാം. അഖിലിന്റെ പേരുള്ളതാരാ? അഖില സോറി അഖില ഓക്കെ വേണ്ട ഞാൻ വിളിക്കാം കേട്ടോ. ദിവ്യ വിഷ്ണു പറയണോ? എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള പേഴ്സൺ. എന്റെ ചേച്ചി എന്ന് പറഞ്ഞാല് എന്താണ് എന്നെ എല്ലാം പഠിപ്പിച്ച എന്റെ ചേച്ചിയാണ്. എനിക്ക് ഒരു ബോധോപടി പോലെ അത് ഇറക്കണേ കിളി പോയ പോലെ. ഇവളാണ് എന്നാ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ പൈസയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചു തന്നത്. പിന്നെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കണത് എല്ലാവരോടും പെരുമാറാനൊക്കെ പഠിപ്പിച്ച എന്റെ ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് അവളെയാണ് ഭയങ്കര കാര്യം. പക്ഷെ അവൾക്ക് അറിഞ്ഞിട്ടേ തോന്നുന്നു. എനിക്ക് ജലദോഷമാണ് മിസ്സേ. ശരി കേട്ടോ. ദേവിക എം എസ് പോയോ? ഇല്ല, കേൾക്കുന്നില്ല മിസ്. പറഞ്ഞോ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും തന്നെയാണ് മിസ്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ ഇത്രയും നാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അനിയത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാണ്ട് എന്റെ അനിയത്തിക്ക് ഇപ്പോ അവൾ സ്പോർട്സിൽ ഉണ്ട്. അപ്പൊ ഓരോ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടും എല്ലാത്തിനുള്ള ഞങ്ങൾ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ് നോക്കണത്. പക്ഷെ എന്താ പറയാ എല്ലാവർക്കും അവര് പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് വേണ്ട അച്ഛനും അമ്മയും. അപ്പോ എന്താ പറയാ അച്ഛൻ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ്. അപ്പൊ അച്ഛന്റെ അതിനുശേഷം അച്ഛൻ തന്നെയാണ് കുടുംബം നോക്കിയിട്ടുള്ളതും അച്ഛന്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ കല്യാണം കഴിച്ച് വിട്ടതൊക്കെ അച്ഛൻ തന്നെയാണ്. എന്നിട്ടാണ് അച്ഛൻ കല്യാണം കഴിച്ചത്. അതിന്റെ ഇടയിൽ കുറെ ട്രാജഡി എന്റെ അച്ഛന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അച്ഛന് പഠിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ അമ്മയ്ക്കും 10ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പോ എന്താ അമ്മയ്ക്ക് ഒരു ടീച്ചർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാളും കൂടി ഇപ്പോ അവരുടെ ആഗ്രഹങ്ങള് ഇപ്പൊ അമ്മയ്ക്കൊരു ടീച്ചർ ആവണമെന്നുണ്ട്. അപ്പൊ അത് അച്ഛനും ഞാനൊരു ടീച്ചർ ആവണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ടീച്ചറാക്കാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ പഠിക്കണം എത്ര കൊല്ലം പഠിക്കണം എന്ന് പറഞ്ഞാലും അവരെന്നെ പഠിപ്പിക്കും. ഇപ്പൊ എനിക്കിപ്പോ 22 വയസ്സായി എനിക്ക്. അപ്പൊ ഇത്രയും കാലം എന്നിങ്ങനെ പഠിപ്പിക്കുക, അപ്പൊ അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോ അവരെന്നെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ശരി, താങ്ക് യു ദീപിക. എല്ലാവരോടും ഞാൻ ക്വാളിറ്റീസ് ഒന്നും പറയാൻ കൊണ്ട് ആരും പറയുന്നില്ല കേട്ടാ, ചോദിക്കണം ടീച്ചർ. വിഷ്ണുപ്രിയ പോയോ?
രേഷ്മ ഷിബിൻ. രേഷ്മ ഷിബിൻ. ഗുഡ് മോർണിംഗ്. എന്റെ രണ്ടാമത്തെ ലൈവ് ക്ലാസ് ആണിത്. ആണോ? ഞാൻ ആദ്യമായിട്ട് ലൈവില് കയറിയത് ജിഷ മിസ്സിന്റെ ക്ലാസ്സിലായിരുന്നു. അന്ന് എനിക്ക് പനി പിടിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് എനിക്ക് തോട്ട് പറയണോന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ എനിക്ക് മുന്നിലോട്ട് വരാനൊരു ഞാനൊരു ടീച്ചറാണ്, എന്നാൽ പോലും എനിക്ക് ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതാണ്. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്തത്. 2-3 വർഷമായി ഇപ്പോ ഞാൻ LKG ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലൈവ് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഇന്നിപ്പോ ഊട്ടിന്റെ ലീവാണ് 2 ദിവസം, ഇന്നും നാളെ. എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ്, എന്റെ മോളുമാണ്. താഴെ ഒരു മോനുണ്ട്. എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ മോളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അവള് സ്കൂളിലെ കാര്യമായാലും എന്റെ സ്കൂളിലെ കാര്യമായാലും എല്ലാം ഞാൻ പറയണത് അവളോടാണ്, ഫസ്റ്റ് പറയണത് അവളോടാണ്. അപ്പോ അത് എന്തെങ്കിലും ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ചൂണ്ടിക്കാണിക്കണതും അവള് തന്നെയാണ്. അത് അവളുടെ ഒരു എന്നെക്കാളും എല്ലാം കൊണ്ടും എന്താ പറയാ, എല്ലാം കൊണ്ടും മുന്നില് അവൾ തന്നെയാണ് നിക്കണത്. ഇപ്പോ ഞാൻ ഉൾവലിഞ്ഞ് നിക്കണ സമയത്തായാലും എന്നെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവള് നോക്കാറുണ്ട്. അത് അവളുടെ ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണും. പിന്നെ അതുപോലെ തന്നെ അതെ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് അത്ര സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തിലും. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഉൾവലിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെയാണ് ഉൾവലിഞ്ഞു പോയത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഒന്നും പറയാൻ അവസരമില്ല. അച്ഛൻ വലിയ കുഴപ്പമില്ല, പക്ഷെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല, എന്തിനും ഇതിനും ഭയങ്കരമായിട്ട് അടിക്കുക. അപ്പൊ അമ്മനോട് ഇപ്പൊ ഫ്രീ ആണ്. അല്ല അപ്പൊ ആ ഒരു പ്രകൃതത്തിന്ന് ഞാൻ ഇപ്പോഴും മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് തോന്നണത്. എന്നാലും കുറെയൊക്കെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് ആയാലും ഈ പറഞ്ഞതുപോലെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞത് തന്നെ കൊണ്ട് കഴിയുമെങ്കിൽ താൻ ചെയ്തോ എന്ന് തന്നെയാണ് എന്നോട് പറയാറ്. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ആളോട് നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ആളോട് അയ്യോ ഞാൻ അതങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കണം എന്നില്ല. ഞാനതിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പോ കുഴപ്പമില്ല, ആൾക്കത് അങ്ങനെ വിഷയമുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മിഥുലാണ് തോന്നുന്നു പറഞ്ഞില്ലേ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതം തന്നെയാണ് എന്റെയും. പക്ഷെ ക്ഷമ കുറവാണെന്നാണ് പറഞ്ഞത്. അതന്നെയാണ്, ക്ഷമ കുറവ് തന്നെയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അപ്പോ എന്റെ മോൾക്കായാലും ഹസ്ബൻഡിനായാലും നല്ല ക്ഷമയാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാല് അവരത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മളൊരു 3ാമത്തെ ചാപ്റ്റർ പഠിക്കും, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് സൈക്കോളജിയില്. പഠിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ എടുത്തായിരുന്നു ആരെങ്കിലും? ഇല്ലല്ലോ. ഇല്ല, അതില് പഠിക്കാനുണ്ട് നമുക്ക്. നമ്മുടെ ഇമോഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിലൊന്നാണ് ഫാമിലി. ഫാമിലി, അതായത് നമ്മുടെ ഫാമിലി നമ്മുടെ ഫൗണ്ടേഷൻ ആണ്. നമ്മുടെ ഓരോ വ്യക്തികളും രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. അവിടെ നമുക്ക് എല്ലാം പ്രോപ്പർ ആയിട്ട്, അതായത് പണമോ മറ്റു കാര്യങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇമോഷണലി ബാലൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ചുറ്റുപാടുള്ള മറ്റുള്ളവരിൽ നിന്ന് അവിടെ നമുക്ക് ലഭിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അതിലൊന്നാണ് ഇപ്പൊ രശ്മിയാണെന്ന് പറഞ്ഞ. രശ്മി പറഞ്ഞു സ്ട്രിക്റ്റ് ആയിരുന്നു തോന്നുന്നു, പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സ്ട്രിക്ട്നെസ് ഒരു പ്രശ്നമല്ല അല്ലെ. അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പൊ പക്ഷെ രേഷ്മയുടെ വ്യക്തിത്വത്തിനെയല്ല അത് ബാധിച്ചത്.
രേഷ്മക്ക് പലതും ചൂസ് ചെയ്യാനായിട്ടൊക്കെ രേഷ്മ അതിൽ നിന്നൊന്ന് പുറകിലേക്ക് പോകുന്ന ഒരു വ്യക്തിത്വമായി മാറിപ്പോയി കുറെ സമയം അല്ലെ രേഷ്മ? ഇതെല്ലാം അമ്മയോട് ചോദിക്കണം, അമ്മ പറയുന്നതനുസരിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെ. അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അമ്മയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയായിരിക്കാം, അമ്മ വളർന്ന ചുറ്റുപാട് അതായിരിക്കാം, അമ്മയ്ക്കും അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും അമ്മ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ അതേപോലെ ഓരോരുത്തരുടെ ഇമോഷൻസിനെ നമ്മൾ പിടിച്ചു വെക്കുന്നത്. ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ എല്ലാവരിലും എന്തുണ്ട്? വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും പല ഇൻഡിവിജ്വൽസ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ സ്കിൽസും എബിലിറ്റീസും ടാലന്റും എല്ലാവരും ഇമോഷൻസും ഒരേപോലെ ഒന്നല്ല കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ ചിരിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ ചിരിക്കൂലേ? പൊട്ടിച്ചിരിക്കും, മന്ദസ്മിതം തോന്നും, പതിയെ ചിരിക്കും, പിന്നെ ഒന്ന് ഭയങ്കര ലാഘവത്തോടെ ചിരിക്കും. അത് നോക്കൂ, ഒരു ഇമോഷൻ തന്നെ പല രീതിയിൽ. അതേപോലെ കരച്ചിലാണെങ്കിലും എങ്ങനെയാണ്? പുറത്തെ കരയുന്നവരുണ്ട്, ഉള്ളില് കരയുന്നുണ്ട്, കണ്ണീര് പോലും വരുത്താതെ കരയുന്നവരുണ്ട്, അല്ലെങ്കിൽ വിങ്ങി വിങ്ങി പൊട്ടി കരയുന്നവരുണ്ട്, അലറി കരയുന്നവരുണ്ട്, വിട്ട് കരയുന്നുണ്ട്. അപ്പൊ ഒരു ഇമോഷൻ തന്നെ നോക്കി പല രീതിയിൽ കാണിക്കുന്നു. ഓക്കെ, ഈ ഇമോഷൻസിനെയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ വ്യക്തി അങ്ങനെയാണ് ഇല്ലാണ്ടായി പോകുന്നത് അല്ലെ? നമുക്ക് ചിരിക്കാവുന്നതൊന്ന് ചിരിക്കാൻ പറ്റണം, കരയാവുന്നതൊന്ന് കരയാൻ പറ്റണം. അവിടെ ആ ഒരു റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാൻ പറ്റും അല്ലെ? റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും റെസ്ട്രിക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈഫിലൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇപ്പൊ ഒരു ലൈഫേ ഉള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിച്ച് തീർക്കാനില്ല, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ മാത്രമേ ലൈഫ് ഉള്ളൂ അല്ലെ? നാളെ നമുക്ക് ലൈഫ് ഉണ്ടോ നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ മാത്രമേ നമ്മുടെ ലൈഫ് ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് അടുത്ത സെക്കൻഡിൽ നമ്മളെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ ബലം പിടിച്ച് കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ ബലം പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനും പോലും പറ്റില്ല നമുക്ക് അല്ലെ? എന്തൊക്കെ സാധനം, എനിക്ക് നല്ല പച്ച ചുരിദാറുണ്ട്, ചുമന്ന ചുരിദാറുണ്ട്, ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? മരിച്ചു പോകുമ്പോ ഇല്ല. അപ്പൊ ഇഷ്ടമുള്ള പോലെയൊക്കെ കുറെയൊക്കെ ജീവിക്കാൻ പറ്റണം നമുക്ക്. ഇപ്പൊ നമ്മുടെ കുട്ടികളിലാണെങ്കിലും എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടാവും, യാത്ര ചെയ്യണമെന്നുണ്ടാവും, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ പോയി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒക്കെ പോകാൻ പറ്റണം നമുക്ക്. നമുക്ക് അധികം നാളുകൾ ഇല്ല നമ്മൾ ഈ ഭൂമിയിൽ അല്ലെ? എപ്പോ വേണമെങ്കിലും നമ്മള് പോകാം അല്ലെ? അപ്പൊ ഉള്ള സമയം എങ്ങനെ പോണം? നല്ല ഹാപ്പി ആയിട്ട് പോകും. എങ്ങനെയെങ്കിലും പോയാൽ മതിയോ? എങ്ങനെയെങ്കിലും പോയാൽ എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ എന്തായാലും ജീവിക്കല്ലേ, ജീവിതം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോയാൽ പോലെ അത്യാവശ്യം ജീവിതം എന്താണെന്നൊക്കെ അറിയണം അല്ലെ? റിയലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ വിചാരിച്ചാൽ പറ്റും, പറ്റില്ല എന്നാലും വിചാരിക്കണ്ട കേട്ടോ. ഇനി പല ദുഃഖങ്ങളുണ്ടാവും, വിഷമങ്ങള്, പല പ്രതിസന്ധികളൊക്കെ വരും. ഇതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ പറ്റണം. കാരണം എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അതിനൊക്കെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാം. വന്നോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഞാൻ മുന്നോട്ട് പോയേ പറ്റൂ അല്ലെ? എന്താർക്കും വളർത്താൻ പറ്റില്ല എന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി, എന്നെ ഉയർത്താനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ നമുക്ക് കുറെ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ഓക്കെ, അവരെപ്പോഴും കൂടെ കൂട്ടാം. നമുക്ക് സ്പേസ് തരുന്നവരെ മാത്രം നമ്മൾ എപ്പോഴും കൂടെ കൂട്ടാം. നമ്മൾ പറയൂലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ ആരാണ് മറ്റുള്ളവര്, അവരെന്ത് വേണമെങ്കിൽ. നിങ്ങളിപ്പോ എന്താ പറയാ, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ കുറെ കോട്സുകളാണ്. ആ കോട്സിൽ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ കറക്റ്റ് ആണ്. എന്തിനാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഒന്നും കിട്ടാനില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിക്കാൻ തന്നെ പറയുന്നത് കേട്ടോ. ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ മാക്സിമം എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, യാത്രകൾ ചെയ്യണമെങ്കിൽ പറ്റാവുന്ന പോലെയൊക്കെ യാത്രകൾ ചെയ്യണം. നമുക്ക് നിസ്സാര പൈസക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഉണ്ട്. യാത്രകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമേ തരുള്ളൂ കേട്ടോ. മോശം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഞാൻ പറയാ, യാത്രകള് ചെയ്യാൻ പഠിക്കാം. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും അല്ലെ? അപ്പൊ യാത്രകൾ ഇഷ്ടപ്പെടാൻ വേണം. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ,
അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും കൂടിയുള്ള കപ്പാസിറ്റി കൂടി വേണം. അതിനെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യണം. കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ലൈഫിനെ. എപ്പോഴും വീടിനും സ്കൂളിലൊക്കെ ഒതുങ്ങി പോകാതെ നമുക്ക് പുറത്തേക്കൊരു ലോകമുണ്ട്. പുറത്തേക്ക് പോകുന്ന ഒരുപാട് പല മനുഷ്യരുണ്ട്, പല കഥാപാത്രങ്ങളുണ്ട്, പല ഭക്ഷണങ്ങളുണ്ട്, പല കാഴ്ചകളുണ്ട്, പല നിറങ്ങളുണ്ട്, പല ശബ്ദങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണണ്ടേ? നമ്മള് വീട്ടില് TV ഓൺ ചെയ്തിരുന്നിട്ട് കാര്യമുണ്ട്. ഇതൊക്കെ റിയൽ ലൈഫിൽ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് മുടി മുറിക്കണോ, ഫേഷ്യൽ ചെയ്യണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഒരു കല്യാണം വരുമ്പോഴൊക്കെ ചെയ്യും അല്ലെ? ഒരു കല്യാണം ആവുന്ന ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കും. എന്റെ മുഖമൊക്കെ ആകെ ചുക്കി ചൊടിഞ്ഞു, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാൻ, അനിയന്റെ കല്യാണമാണ് ഒക്കെ പറഞ്ഞ് അപ്പൊ ചെയ്യും. പക്ഷെ അതിനു മുൻപ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ഫേസ് ഒക്കെ നമുക്ക് കെയർ ചെയ്ത് നോക്കിയാൽ പറ്റാവുന്ന പോലെ നമുക്ക് അടുക്കളയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് സിമ്പിൾ ആയിട്ട്. നമുക്ക് ഈ ചെറുപ്പം കൂടെ ചേർത്ത് പോകണ്ടേ? പ്രായം വരും, പ്രായത്തിന് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പക്ഷെ അങ്ങനെ കൊണ്ടുപോകണ്ടേ? ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ലൈഫിൽ നല്ല ആൾക്കാർ എപ്പോഴും കൂടെ കൂട്ടുക, ലൈഫ് നല്ല രീതിയിൽ ആസ്വദിക്കുക കേട്ടോ. നല്ല ടീച്ചേഴ്സ് ആയിട്ട് മാറണം. അതാണ് നമ്മള് ടീച്ചിങ്ങിന്റെ പ്രൊഫഷൻ അറിയാലോ. നമ്മള് മരണം വരെ ടീച്ചേഴ്സ് തന്നെയാണ്. കുട്ടികളെന്ന് നമ്മളെ ടീച്ചറെ വിളിക്കുള്ളൂ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആരാണ്? ഞാൻ വിളിക്കാം, പേര് വിളിക്കാം അല്ലെ? അല്ലെങ്കിൽ മിണ്ടില്ല നിങ്ങള്. അഖിലയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പേഴ്സൺ ആരായിരുന്നു? ഗുഡ് മോർണിംഗ് മിസ്. പറയണോ? നോക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഹസ്ബൻഡ് വാല്യുബിൾ പേഴ്സൺ. അഖില കേൾക്കുന്നില്ലടോ. എന്റെ ജീവിതത്തിൽ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഒരു വാല്യുബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഹസ്ബൻഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഭയങ്കര സാമ്പത്തികമായിട്ട് കേൾക്കുന്നില്ല കേട്ടോ, ഭയങ്കര ബ്രേക്ക് ആയി പോവാണ്. അതേ റേഞ്ചിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഫിനാൻഷ്യലി ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിന്നാണ് ഞാൻ വരുന്നത്. ഇവര് നന്നായി ഇത്തിരി ഹൈ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഇവിടെ വന്നു വേറൊരു ഇതായിരുന്നു. അഖില ഒന്നും ക്ലിയർ ആവുന്നില്ല. ടീച്ചർ വേറെ ദിവസം അവസരം തരാം. ക്ലിയർ ആവുന്നില്ല. ഓക്കെ മാം. ശരണ്യ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു കോഴ്സിന് ഇങ്ങനെ ഒരു കോഴ്സിന്റെ എനിക്കൊരു ഫ്രണ്ട് പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്നെ ഏറ്റവും കൂടുതൽ നിനക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്നില്ല നമുക്ക് ടീച്ചർ ആവണം എന്നല്ല ഞാൻ, പക്ഷെ സാമ്പത്തികന്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് പിന്നോട്ട് നിന്നെയാണ്. ഞാൻ ഇതിങ്ങനെയാണ് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ നിനക്ക് പറ്റുവാണെങ്കിൽ നീ ചെയ്തോ എന്നുള്ള ഇതിലാണ് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ എന്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്നെ നമ്മളൊരു വ്യക്തി കേട്ടിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യല്ലേ. നമ്മളെ കേട്ടിരിക്കാൻ ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് തന്നെ നമ്മളെ ലൈഫിൽ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. അപ്പോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ഇന്നത്തെ താരം ഭർത്താക്കന്മാരാണല്ലോ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാവരും അത് തന്നെ ചൂസ് ചെയ്ത. ഒരാൾ മാത്രം അക്ഷരമായി പറഞ്ഞു. പിന്നെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും പറഞ്ഞവരുണ്ട് കേട്ടോ. എങ്കിലും മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് അല്ല എല്ലാവരും പറഞ്ഞത്. ഓക്കെ, ഷൈമ, ബിജു. എന്റെ ജീവിതത്തില് മോസ്റ്റ് പേഴ്സണബിൾ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ.
അമ്മക്ക് എന്തിനും ഒരു ധൈര്യമാണ് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു കാരണം പറഞ്ഞാൽ അച്ഛൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ എപ്പോഴും ഡ്രിങ്ക് അടിക്കുമായിരുന്നു. പക്ഷെ എന്നാലും ജീവിതം നോക്കാണ്ടിരുന്നിട്ടില്ല അച്ഛൻ. അച്ഛൻ ശമ്പളം കിട്ടിയ അമ്മേനെ കൊടുക്കും, ബാക്കിയല്ല എന്റെ കല്യാണം വരെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നടന്നത് അമ്മയായിരുന്നു. ഇപ്പൊ എന്റെ അമ്മേനേക്കാളും ഒരു പക്ഷെ ഹസ്ബൻഡ് നോക്കണ്ട എന്നെ. കാരണം ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഹസ്ബൻഡ് കാരനാണെന്ന് പറയാം. അത്രയ്ക്കും വലിയ മറക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എനിക്ക് സെക്കൻഡ് ഒരു ബേബി ഉണ്ടായിരുന്നു. 1.5 വയസ്സാകുമ്പോ കുട്ടി ഇങ്ങനെ മരണപ്പെട്ടു, ഇങ്ങനെ തോട്ടിൽ പോയിട്ട് വെള്ളത്തില് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാനേ ഒരു സമനില തെറ്റിയ പോലെയും എന്നെ സൂയിസൈഡ് ചെയ്യാനും ശ്രമിച്ചു. 1 വർഷം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല. എല്ലാ സപ്പോർട്ടും നമ്മളിപ്പോ നമ്മളൊരു കുട്ടീനെ നഷ്ടപ്പെട്ടാലും സ്വാഭാവികമായിട്ട് എപ്പോഴായാലും നമ്മളെ നാട്ടുകാരെ അമ്മമാരിനെ കുറ്റം പറയും ഇല്ലേ? എത്ര നോക്കിയാലും ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടു നടക്കും, ബാത്റൂമിൽ പോകുമ്പോഴും കൂടി ഈ കുട്ടി എന്റെ കൂടെ ഉണ്ടാവും, എവിടെയും വെക്കില്ല. അങ്ങനെ നടന്ന ആളാണ്. പക്ഷെ ഒരു നിമിഷം നമ്മുടെ കണ്ണ് തെറ്റിപ്പോയി ആരും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നാട്ടുംപുറമുള്ള വീടുകളാ. അപ്പൊ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നു. മഴയത്ത് വെള്ളം മുക്കിപ്പോരുക. ആ ടൈമിലൊന്നും കുട്ടി പുറത്തേക്ക് വന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ കുട്ടിയെ ഇങ്ങനൊരു ഇതായി. പക്ഷെ അതിന്റെ പേരില് 1 വർഷത്തിന് ശേഷമാണ് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞു നടന്ന സംഭവങ്ങൾ ഞാൻ അറിയാനിടയായത്. എനിക്കറിയില്ല, ഞാൻ എവിടേക്കും പോയില്ല. അങ്ങനെ അപ്പൊ ആ ടൈമിൽ എനിക്ക് മൂപ്പരാണ് എല്ലാ സപ്പോർട്ടും തന്നിട്ട് കെയർ ചെയ്ത് ഇപ്പോഴും എന്റെ അമ്മ തന്ന അതേ ബലം മൂപ്പര് എനിക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് വിഷമം, ഞാൻ അഥവാ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് എപ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മ വരും രാത്രി കിടക്കുമ്പോഴായാലും. പക്ഷെ അതിനെ ഡൈവേർട്ട് ചെയ്ത് കളയും മൂപ്പര്. അത് അങ്ങനെ ഒരു ശീലം. അതേപോലെ ഇപ്പൊ നമ്മൾ വിഷമിച്ചിരിക്കാനോ ഒറ്റയ്ക്കായിട്ട് ഇരിക്കാനോ എന്നെ അധികം സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് അവിടുന്ന് വയ്യാതെ സുഖമില്ലാണ്ടായിട്ടാണ് ഞാൻ ഇപ്പൊ ലീവ് എടുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കേണ്ടവർക്കാണ് എന്നെ ഈ ഒരു ഇതില് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ടിങ് ആണ് മൂപ്പര്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, കാരണം എനിക്ക് ടെൻഷൻ കൂടുതലുള്ള ആളാണ് ഞാൻ. ഇപ്പൊ അതിന് ശേഷം കേട്ടോ, അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ആയതിന്റെ ശേഷം എനിക്ക് ഒരുപാട് പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റില്ല, വല്ല ടെൻഷൻ ആവും. അപ്പൊ അങ്ങനെയൊന്നും പറയാം, ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം പറയാൻ പോയാല് മൂപ്പരത് കൂളായിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കും. അതെയോ അങ്ങനെയാണ് ഒരു എന്നെ കളിയാക്കണ രീതിയിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചിരിച്ചു പോവില്ലേ? ഏട്ടന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എനിക്ക് അതായിരുന്നു. കാരണം നമ്മൾ സീരിയസ് ആയിട്ട് എനിക്ക് വിഷമിച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അത് പോയി പറയണ്ടാവുക. പക്ഷെ നമ്മുടെ മനസ്സ് തണുക്കണ രീതിയിൽ മൂപ്പര് പെരുമാറും. അതായത് ഒരു കുട്ടികളെ പോലെ. എനിക്കിപ്പോ 2 കുട്ടികളാണ്, ഏട്ടനെ സംബന്ധിച്ച് 3 ആളാ. അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് എനിക്കാ വാങ്ങി തരിക. സപ്പോർട്ട് എനിക്കുണ്ട്. അത്രയും പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല ഈ ജീവിതത്തില്. നമുക്ക് ഇപ്പൊ എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനൊന്നും നിവൃത്തിയില്ല അല്ലെ? അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഷൈമ. അപ്പൊ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഫീലിംഗ് തോന്നുന്ന സമയത്ത് പോസിറ്റീവ് ഫീലിങ്സ് കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞാൽ മാറും. അതപ്പൊ തന്നെ കുറച്ച് സമയത്തുണ്ടാവും നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ്. അപ്പൊ തന്നെ മാറ്റാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. പാട്ട് കേൾക്കണോ, അതാ പറഞ്ഞു മാം, എനിക്ക് അങ്ങനെ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോവാറില്ല പലപ്പോഴും. അടുത്തൊരു ബേബി ആയെങ്കിലും കൂടി നമ്മളെപ്പോഴും ആ ഒരു ഫീലിങ്സ് ആ സ്ഥലത്തുനിന്നേ മാറ്റി ഞങ്ങൾ വേറെ വീട് വെച്ച് വേറെ താമസം, ആ പ്ലേസിനെ എന്നെ ഒഴിവാക്കി. അങ്ങനെ ഇത്രയും വർഷമായി. എന്നാലും എത്ര തന്നെയായാലും നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളല്ല. നമുക്ക് നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ ചെറിയ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ എന്തൊക്കെ മറക്കാൻ നിന്നാലും അത് ഒരിക്കലും വിട്ടുപോകും. നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട. അത് കഴിഞ്ഞു. ചിലപ്പോ നമ്മളിപ്പോ പറയും ഓരോ ആത്മാക്കൾക്കും ഓരോ കാലപരിധി ഉണ്ട്. അത് കഴിയുമ്പോ അത് അവരുടെ റൊട്ടേഷൻ കഴിയുന്ന ആ സമയത്ത് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ സൈക്കോളജിയിൽ വിശ്വസിക്കുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിപ്പോ നമ്മളാണെങ്കിലും നമ്മളെല്ലാവരും ഇതിനൊക്കെ തന്നെയാണ്. നമ്മുടെ എപ്പോഴാണ് ടൈം തീരുന്നത് ആ ടൈമിൽ നമ്മൾ പോയാൽ മതിയാവും അല്ലെ? അങ്ങനെയാണ് മനുഷ്യ ജീവനെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പോകേണ്ട സമയമാകുമ്പോൾ നമ്മളെല്ലാവരും പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇപ്പൊ എല്ലാം മറക്കാനായിട്ട് വേറൊരു കുഞ്ഞുണ്ട് അല്ലെ? അതിലത് കാണാം, ആ കുഞ്ഞിനെ അതിൽ കാണാം, അത്രേ ഉള്ളൂ. അതങ്ങനെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ ആലോചിക്കണ്ട ഷൈമ. അത് മനസ്സിൽ വരുന്ന സമയത്ത് ആലോചിച്ചോളൂ.
അപ്പൊ തന്നെ അതിൽ നിന്ന് മാറാൻ പറ്റും. സ്വാഭാവികമാണെങ്കിൽ നമുക്കത് വിഷയമായിരിക്കില്ല. ചിലപ്പോ സ്വാഭാവികമാണെങ്കിൽ നമുക്കത് അറിയാത്ത രീതിയിൽ നമ്മളത് കൊണ്ടുപോയി തന്നെ. പക്ഷെ ഇതിപ്പോ എനിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഫാമിലി, എന്റെ ഫാമിലി മൂപ്പര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയാം. ക്ഷമ, അത് മനസ്സിലായത് എന്താണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ലൈഫിൽ പോയത്. ഓക്കെ, അപ്പൊ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിന് പ്രത്യേകിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രശ്നക്കാരൻ. അതിനങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. എന്ത് വിഷമങ്ങളാണെങ്കിലും നമ്മളിപ്പോ പറയില്ലേ, വാക്കുകളാണെങ്കിലും ചിലരുടെ വേർപെടലുകളാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കുറെ നാളുകളിൽ നമ്മൾ നിൽക്കും. പക്ഷെ നമ്മൾ അതിനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമ്മൾ അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം അത് കഴിഞ്ഞു പോയി, ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്, ആ ഒരു പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അങ്ങ് വിചാരിക്കാം. അങ്ങനെ പോസിറ്റീവായിട്ട് വിചാരിച്ചു നോക്കും, നല്ല കാര്യമല്ലേ, അങ്ങനെ വിചാരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ഫീലിങ്സ് തോന്നുന്ന സമയത്ത് അപ്പൊ തന്നെ മനസ്സുകൊണ്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് റീഡയറക്ട് ചെയ്യാൻ പറ്റണം. പറ്റും കേട്ടോ. നല്ലൊരു ടീച്ചറായിട്ട് മാറണം. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് തന്നെ പോകാൻ പോകുന്നത്. ഓക്കെ ക്ഷേമ? ഓക്കെ അല്ലേടോ? ഓക്കെ. നമ്മള് പല ലൈഫാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. പല ജീവിതങ്ങള്, പല അനുഭവങ്ങള്, പലതും സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്, കഠിനമായിട്ടുള്ളതുണ്ട്, ഒരിടത്തരം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ് അല്ലെ. പലരും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും, പോകേണ്ട സമയമാകുമ്പോ പോകും. കൂടെ നിൽക്കുന്നവര് കുറച്ചാൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, അവര് പോകും. അവര് പോവില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരേ സമയമെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റി അല്ലെ. അതായത് നിങ്ങൾ പോലും ചിലപ്പോൾ ആ വ്യക്തിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത്, ഒരാളുടെ വില മനസ്സിലാക്കുന്നതിനെ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങളിലൂടെ പറഞ്ഞത്. പലരും ഇപ്പൊ ബ്രദർ ആണെങ്കിലും, ഹസ്ബൻഡ് ആണെങ്കിലും, കുട്ടികളാണെങ്കിലും, ആരാണെങ്കിലും നമ്മുടെ ലൈഫില് ആരെങ്കിലും ഒരാള് പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മുടെ. പ്രത്യേകിച്ച് എല്ലാവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറെ പേരൊക്കെ ഹസ്ബൻഡ് നല്ലൊരു കമ്പാനിയാണ് അല്ലെ. ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ജീവിത പങ്കാളിയാണ് അല്ലെ. ആ പേര് ഉചിതമാണ് അതിന്. ബെറ്റർ ഹാഫ്സ് എന്നല്ലേ നമ്മൾ പറയുന്ന? യെസ്, കറക്റ്റ്. അനുയോജ്യമായിട്ടുള്ളൊരു വാചകമാണ് അതിന് ചേർത്തിരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും നമുക്ക് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. സിറ്റുവേഷൻസിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങളിലാണ് നമ്മൾ ആരാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ചിലപ്പോൾ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സാഹചര്യം വന്ന് നോക്കി, നിങ്ങളുടെ കൂടെ മറ്റാരും ഉണ്ടാവില്ല, ചിലപ്പോ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോ ആള് മാത്രം ചിലപ്പോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സ് മാത്രമുള്ളവരാണെങ്കിൽ പാരന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ല കാലം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ലൈഫിലുള്ള ഒരു സമയമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നത്തെ ലൈഫ് ഒരു സുഖമല്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, അതിനൊക്കെ കോംപ്രമൈസ് ചെയ്യാനാണ് ഹസ്ബൻഡിന്റെ ആ ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലത്. അവരെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് കുറെയൊക്കെ അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരും നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുള്ളൂ അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഒരു വയസ്സിൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടും. ഒരു വയസ്സിൽ എനിക്കൊരു വയസ്സാകുന്ന സമയത്ത് എനിക്ക് കണ്ട പോലും ഓർമ്മയില്ല. ഓക്കെ, കണ്ട പോലും ഓർമ്മയില്ല എനിക്ക്. പിന്നെ എനിക്ക് പിന്നെ 2 ചേച്ചിമാരാണുള്ളത്. അവര് എന്നേക്കാളും 15 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടത്. പക്ഷെ അവര് തമ്മിൽ 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ എന്നെ ചേച്ചിമാരാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. 2 ചേച്ചിമാരും കൂടിയാണ്. രണ്ടുപേരും ടീച്ചറാണ് കേട്ടോ. ഒരാൾ LP സ്കൂളില്, പിന്നെ ഒരാള് അടുത്ത് തന്നെ വേറെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, ഞാനിപ്പോഴും എന്റെ അമ്മേനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അത് ആ ഫീലിങ്സ് ഒരിക്കലും എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. അച്ഛനുണ്ടെങ്കിൽ പോലും അച്ഛൻ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചേച്ചിമാരാണ് എനിക്ക് എല്ലാ ഒരു തന്നില്ല, അച്ഛനും അമ്മയുടെ ഒക്കെ തന്നിരിക്കുന്ന ചേച്ചിമാരല്ലേ. പക്ഷെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ഫീലിംഗ്, അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇല്ല എന്നുള്ളത് അറിയുമ്പോ
അമ്മ പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലെ. അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അമ്മമാരോട് ഇപ്പൊ എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും വഴക്കാണെങ്കിലും ഒക്കെ അമ്മ ഒരു പ്രത്യേകത ഫീലിംഗ് ആണ്. എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മയുടെ പൊസിഷൻസ് തന്നിരിക്കുന്ന ഒന്ന് രണ്ട് എന്റെ ചേച്ചിമാരും പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണ്. അതായത് ഇപ്പൊ PET കാലഘട്ടം കഴിയുന്നത് വരെയുള്ള ടീച്ചേഴ്സ് അതിൽ കൂട്ടാം. എല്ലാ ടീച്ചേഴ്സും അത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും അമ്മയില്ല എന്നുള്ളത് ഒരാൾ അറിയിച്ചിട്ടില്ല. പക്ഷെ ആ ടീച്ചേഴ്സിനെ ഞാൻ അതേ പൊസിഷനിലാണ് കണ്ടിരുന്നത്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും അത് എന്റെ ഒരു ഭാഗ്യമാണ്. 10th വരെ പഠിച്ചാണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി മഹാരാജാസിലാണ് ടീച്ചർ പഠിച്ചത്. മഹാരാജ് കോളേജ് കേട്ടിട്ടുണ്ടോ? എറണാകുളം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. മമ്മൂട്ടിയൊക്കെ അവിടെ പഠിച്ചത് കേട്ടോ. VS അച്യുതാനന്ദനൊക്കെ അവിടെ മഹാരാജാസ് കോളേജ് എറണാകുളത്താണ് പഠിച്ചത്. അവിടെ തന്നെ പഠിച്ചത്. അവിടുത്തെ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും BEd കോളേജിലെ ടീച്ചേഴ്സ് ആണ്, എന്നെ പഠിപ്പിച്ച സൈക്കോളജി ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ എല്ലാവരെയും ഞാൻ ആ ഒരു പൊസിഷനിൽ കണ്ടു. അപ്പൊ എന്താണ്, എനിക്ക് അമ്മമാരെ പോലെ തന്നെ അങ്ങനെ എന്റെ അധ്യാപകരാണ് എങ്കിലും പ്ലസ് അമ്മയായിട്ട് കാണുമ്പോൾ അത് വേറൊരു ഫീലിംഗ് അല്ല. അത് എന്റെ മനസ്സിന്റെ ഒരു ഇതാണ്. എനിക്ക് അവരങ്ങനെ കാണാൻ തോന്നുന്നു. അതേപോലെ തന്നെയായിരുന്നു ഒരു തിരിച്ചു. എന്റെ ലൈഫിൽ അമ്മമാരെന്ന് പറയുന്നത് എന്റെ ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, അതിപ്പോ എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അമ്മ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്താണ് അമ്മ? എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ശബ്ദം എനിക്കറിയില്ല. അമ്മ എങ്ങനെയാണ്? വളരെ സുന്ദരിയായിരുന്നു കേട്ടോ, നല്ല സുന്ദരിയാണ്, ഒന്നും പറയാനില്ല, നല്ല സുന്ദരി. പക്ഷെ അമ്മ എങ്ങനെ സംസാരിക്കും, അമ്മ എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ. അപ്പൊ മറ്റു കൂട്ടുകാരുടെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ്. ഇങ്ങനെയാണല്ലേ അമ്മ? സിനിമയിൽ കാണും ഇങ്ങനെയാണല്ലേ അമ്മ? അപ്പൊ അമ്മ എന്താണെന്ന് അറിയാൻ ഞാൻ കുറെ അന്വേഷിച്ചിരുന്നത്. ഭയങ്കര ഫീലിങ്സ് വിഷമമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ നമുക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ എല്ലാവർക്കും തോന്നും അല്ലെ. ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും അമ്മ എന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പൊ എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വ്യക്തി എന്ന് പറയുന്നത് ഞാൻ കാണാത്ത എന്റെ അമ്മ തന്നെയാണ്. അതായത് അപ്പൊ എന്നെ എങ്ങനെയൊക്കെ ആള് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ആളില്ലാതെ തന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. ആളില്ലാതെ ഒരാളെ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഇവരെ എല്ലാവരും പറഞ്ഞ് കേട്ടറിവുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു, ഒരു പാവമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ആളെ ക്രിയേറ്റ് ചെയ്തു മനസ്സിൽ. ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പൊ എന്റെ വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് ക്ലാസ് മുറിയിൽ ഉൾപ്പെടുത്തുന്നത്? ഇതിനായിരിക്കാം. എന്തിനാണ്? നമ്മുടെ നിങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളിലൂടെ ഞങ്ങൾക്ക് കിടക്കണം. എന്നാലേ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് തരം ഫീലിങ്സിലൂടെ കടന്നു പോയി, എന്താണ് നിങ്ങൾ. ഇപ്പൊ കുറെ പേരെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടികളാണ്. എന്നുവെച്ചാ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് പലരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പലരും പല വ്യക്തികളെ എങ്ങനെ നിങ്ങൾ കാണുന്നു, എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്. ആള് നിങ്ങൾക്ക് എങ്ങനെ ആയിരുന്നല്ല, നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ ആളെ കാണുന്നത് നിങ്ങളുടെ ക്വാളിറ്റീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പലരെയും കുറിച്ചും ചേച്ചിയെ കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചും നിങ്ങൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് നിങ്ങൾ ആ ഒരു മനസ്സിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി, ഇമോഷണൽ കപ്പാസിറ്റി എങ്ങനെയാണ്. ഓക്കെ, പിന്നെ എനിക്ക് ആകെ നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങൾക്ക് റെസ്പോൺസ് കുറച്ച് കുറവാണ്. വെറുതെ കമന്റ് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ഇഷ്ടമേ അല്ല. അതില് ഓക്കെ യെസ് അങ്ങനെ പറയാല്ലേ, യെസ് ടീച്ചർ എന്ന് പറയാം. അതൊന്നും ഇണ്ടല്ല, തമ്പടിച്ചുകൊണ്ടിരിക്കും. അതൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ. അത്ര നല്ല ശീലമല്ല. പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്കിപ്പോ തമ്പ് ക്ലിക്ക് ചെയ്യാം. സംഭവം ഇങ്ങനെ അയച്ചിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്, എന്നാലേ ക്ലാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുള്ളൂ. ആക്ടിവിറ്റീസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും. ഓക്കെ ഓക്കെ, ഇപ്പൊ പറഞ്ഞോണ്ട് പറയും അടുത്ത ക്ലാസ്സിൽ പിന്നെയും പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്യാം. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ വ്യക്തികളെ കുറിച്ച് ഇവിടെ ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് അങ്ങോട്ട് പറയാണ് കേട്ടോ. പറയാൻ കാണിച്ച മനസ്സിനും അനുഭവം ഷെയർ ചെയ്യാൻ പറ്റിയതല്ലോ. നമുക്കതെല്ലാവരും
കേൾക്കുമ്പോ പലർക്കും പല വിഷമങ്ങൾ തോന്നും അല്ലേ? സാരല്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. കുഴപ്പമില്ല. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം.